അച്ഛാ, നമുക്ക് സക്കാത്തിന്റെ അരിയോട് ആരോ വന്നിക്കണു. സക്കാത്തോ? ഞമ്മക്കോ? ആ സക്കാത്തരി നിങ്ങളൊന്ന് വേഗം വരി. മാധവേട്ടാ, സൈനോ ഇജോ? ഞാൻ ഉണ്ണി പറഞ്ഞപ്പോ വേറെ ആരോന്ന് ചോദിച്ചു. നമ്മൾ ആസിയാത്തേക്ക് സക്കാത്തിന്റെ അരി കൊടുക്കാൻ വന്നായി. വല്ല വീട് എവിടെയാണ്? ആസിയാത്താന്റെ ആ വലിയ വീടതാ, അതിന്റെ നേരെ താഴെയുള്ള ചെറിയ വീട്. ആ അതാല്ലേ, എന്നാ ശരി കേട്ടോ. അത് ഞമ്മക്കുള്ളൊന്നും അല്ലടാ. അച്ഛനെ വിളിക്കാൻ പറഞ്ഞപ്പോ നമ്മക്കില്ലതാന്ന് ഞാൻ കരുതിയത്. ഉണ്ണിയെ, ഈ സക്കാത്തരി കൊടുക്കണത് പോലെ മഹത്വപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കണമെന്നായിരിക്കും. അതുകൊണ്ടേക്കാരം ഞമ്മക്ക് തരാത്തത്. എന്നാലും അരിയല്ലേ, അച്ഛന് സുഖമില്ലാത്തൊക്കെ അല്ലേ, നമുക്കൊരു പാക്കൊക്കെ തന്നൂടെ? ഇപ്പോഴും അച്ഛൻ്റെ ചികിത്സക്ക് ആ പള്ളിക്കാർ സഹായിക്കണില്ലേ? സഹായിക്കാത്ത ആൾക്കാരൊന്നുമല്ല. മാധവേട്ടാ, ആ എന്താ അച്ഛനും മോനൊരു സ്വകാര്യം പറച്ചില്? ഒന്നുമില്ലടാ. ആ, ഇത് കുറച്ച് അരിയാണ്, എന്താണ് വെച്ചല്ലേ? എന്തിനാടാ അതൊക്കെ? ഇതതിൻ്റെ അവകാശികൾക്കല്ല കൊടുക്കണ്ടത്. അവകാശികൾക്കൊക്കെ ഞാൻ കൊടുത്തുക്കണേ, നിങ്ങളും അതിനൊരു അവകാശമല്ലേ? അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണവന് ഞങ്ങളെ മഹത്വപ്പെട്ടവനല്ല എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. നിങ്ങളിത് പിടിക്കും. പിന്നെ ഇന്ന് രാത്രി ഞാൻ ഗൾഫിൽ പോകും. നിങ്ങളെ പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തണം. അത് പ്രത്യേകിച്ച് പറയണടാ, എന്നും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉണ്ടാവും.